ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കപിതാശാഖ വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, രാമായണ മാസാചരണം പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. ആദികാവ്യത്തിന്, ആ ഇതിഹാസ കാവ്യത്തിന് ലോകം നൽകുന്ന അംഗീകാരം എത്ര വലുതാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമസാ നദിയുടെ തീരത്തുള്ള ഒരു വൃക്ഷത്തിൽ പരസ്പരം കൊക്കുരുമി രമിച്ചുകൊണ്ടിരുന്ന ആ ക്രൗഞ്ചപ്പക്ഷികളിലൊന്നിനെ ഒരു വനവേടന അമ്പെയ്ത് വീഴ്ത്തി. ആ ഇണയെ വേർപെട്ട പെൺപക്ഷിയുടെ ദുഃഖം ഋഷികവിയുടെ മനസ്സിൽ ആഴത്തിൽ വേദനയുണ്ടാക്കി. വാൽമീകിയുടെ മനസ്സിലുണ്ടായ ആ ശോകമാണ് ശ്ലോകമായി, ആദികാവ്യമായി മാറിയത്. ശോകത്തിൽ നിന്ന് മാത്രമേ നല്ല ശ്ലോകം ഉണ്ടാവുകയുള്ളൂ. കരുണമൊരു രസം താൻ വസ്തുഭേദേന നാനാപരിണതിയെ വഹിച്ചിടുന്നിതേ മാറി മാറി. ഭവഭൂതി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ദുഃഖത്തിൽ നിന്നാണ് ഉത്തമ കാവ്യമുണ്ടാവുന്നത്. ദുഃഖം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. വ്യഥ പോലെ അറിവോതിടുന്ന സൽഗുരുവും മർത്യനു വേറെയില്ല താൻ എന്ന് കുമാരനാശാൻ പറയുന്നുണ്ടല്ലോ. അത്ര ഉത്തമമായ ഒരു വികാരമാണ് ദുഃഖം. മനുഷ്യ മനസ്സിനെ മഥനം ചെയ്ത് ശുദ്ധീകരിക്കുവാനുള്ള അസാധാരണമായ കഴിവ് ദുഃഖത്തിനുണ്ട്. അത്തരം ദുഃഖത്തിൻ്റെ ഒരു വലിയ ആന്തോളനമാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത്. ചിന്തകന്മാർ പറയാറുണ്ട്, വിശ്വദുഃഖത്തിൻ്റെ കണ്ണാടിയാണ് രാമായണമെന്ന്. ലോകത്തിൽ ഏതെല്ലാം തരം ദുഃഖമുണ്ടോ ആ ദുഃഖങ്ങളെല്ലാം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. പിതാവിൻ്റെ ദുഃഖം, പുത്രൻ്റെ ദുഃഖം, പത്നിയുടെ ദുഃഖം, അമ്മയുടെ ദുഃഖം, സഹോദരങ്ങളുടെ ദുഃഖം, എല്ലാത്തരം ദുഃഖവും. ആ ദുഃഖമാണ് രാമായണത്തെ, അത് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നതിന് ഉതകത്തക്ക വിധത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാമായണ കഥ നമുക്കറിയാം 6 കാണ്ഡങ്ങളായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഇവയ്ക്കെല്ലാം പേര് സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ആ സന്ദർഭത്തിലെ പ്രതിപാദ്യമാണ്. ബാലകാന്ഡം ബാലന്മാരായിരിക്കുമ്പോഴത്തെ കാര്യം, അയോധ്യാകാന്ഡം അയോധ്യയിൽ പാർക്കുന്നപ്പോഴുണ്ടായ വിച്ഛിന്നാഭിഷേകാദികൾ, അങ്ങനെ പോകുന്നു. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് സുന്ദരകാന്ഡം മാത്രമല്ലേ. സുന്ദരകാന്ഡം എന്ന് കേൾക്കുമ്പോൾ അതിന് കഥയിലെ ആശയവുമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ സുന്ദരൻ എന്നതിനർത്ഥം ഹനുമാൻ സ്വാമി എന്നാണ്. ഇടശ്ശേരി പറഞ്ഞിട്ടുണ്ട്, അങ്ങയെപ്പറ്റി പാടി സുന്ദരമാക്കി സാക്ഷാൽ സുന്ദരകാന്ഡം രാമായണത്തിലെന്നാചാര്യൻ. എൻ്റെ ആചാര്യൻ എഴുത്തച്ഛൻ അങ്ങയെപ്പറ്റി, ഹനുമാനെപ്പറ്റി, ഹനുമാൻ്റെ മഹത്വം വർണ്ണിക്കുന്ന കാണ്ഡമാണ്, സുന്ദരൻ്റെ മഹത്വം വർണ്ണിക്കുന്ന കാവ്യമാണ് സുന്ദരകാന്ഡം. എത്ര ഉചിതമായിരിക്കുന്നു വാൽമീകിയുടെ ആ നാമകരണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദുഃഖങ്ങൾ നമുക്കറിയാം എത്ര തരമുണ്ട്. ശ്രീരാമൻ്റെ ദുഃഖം, ദശരഥൻ്റെ ദുഃഖം, സീതയുടെ ദുഃഖം, കൗസല്യയുടെയും കൈകേയിയുടെയും സുമിത്രയുടെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശൂർപ്പണഖയുടെയും ബാലിയുടെയും
സുഗ്രീവൻ്റെയും താരയുടെയും മണ്ഡോദരിയുടെയും ഒക്കെ ദുഃഖം. ആ ദുഃഖങ്ങളുടെ ഒരു പ്രതിഫലനമാണ് രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഇതിഹാസ കാവ്യത്തിൽ ഓരോ കഥാസന്ദർഭത്തിനും ചില വേദാന്തപരമായ അല്ലെങ്കിൽ ദാർശനികമായ കാഴ്ചപ്പാടുകളുണ്ട്. അത്തരം ഒരു സന്ദർഭത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സീതാന്വേഷണമാണ് സന്ദർഭം. സീതയെ തേടി സുഗ്രീവൻ്റെ ആജ്ഞയനുസരിച്ച് 4 ദിക്കിലേക്കും ലക്ഷക്കണക്കിന് വാനരന്മാർ യാത്ര തിരിച്ചിരിക്കുകയാണ്. സീത എവിടെയാണ് ഇരിക്കുന്നത്? സീത ലങ്കയിലാണ്. രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി സീതയെ ലങ്കയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ജടായുവിൻ്റെ വാക്കുകളിൽ നിന്ന് ആ വസ്തുത ശ്രീരാമനും ലക്ഷ്മണനും അറിഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറം പുഷ്പക വിമാനത്തിൽ പോകുന്ന സന്ദർഭത്തിൽ സീതാദേവി താഴേക്ക് ഇട്ടുകൊടുത്ത ആ ആഭരണങ്ങൾ അത് ലക്ഷ്മണകുമാരൻ തിരിച്ചറിഞ്ഞു ദേവിയുടേതാണെന്ന്. അപ്പോൾ സീതയെ രാവണനാണ് തട്ടിക്കൊണ്ടു പോയതെന്നും രാവണൻ്റെ രാജ്യമായ ലങ്കയിൽ തന്നെ ദേവിയെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാവാനിടയില്ല. ആ നിലയ്ക്ക് സീതയെ തേടി ലങ്കയിലേക്ക് മാത്രം വാനരന്മാരെ അയച്ചാൽ പോരെ? ലങ്ക തെക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ 4 ദിക്കിലേക്കും വാനരന്മാരെ അയച്ചിരിക്കുകയാണ്. വാനരന്മാർ ചാബല്യമേറിയവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആ വടക്കോട്ട് പോകുന്ന വാനരന്മാരോട് അല്പം ലോഹ്യം ചോദിക്കാം. കുരങ്ങന്മാരെ, നിങ്ങൾ എവിടെ പോവുക? അവർ വളരെ കൗതുകത്തോടെ പറയും, ഞങ്ങൾ സീതയെ തേടി പോവുകയാണ്. സീത എവിടെയാ? അതെന്താ സംശയം? സീത ലങ്കയിൽ. ലങ്ക എവിടെയാ? ലങ്ക തെക്ക്. നിങ്ങളെങ്ങോട്ടാണ് പോണേ? ഞങ്ങൾ വടക്കോട്ട് പോവുകയാണ്. വളരെ ലാഘവത്തോടെ അവർ മറുപടി പറയും. സീത തെക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നേരെ വിപരീത ദിശയിലേക്ക് പോവുകയാണ് ഈ വാനരന്മാർ. 1-2 ലക്ഷക്കണക്കിന്. നേരെ വിപരീതമല്ലെങ്കിൽ പോലും പാർശ്വങ്ങളിലേക്ക് വ്യതിചലിക്കുന്നവരാണ് കിഴക്കേ ദിശയിലേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും പോകുന്ന വാനരന്മാർ. അല്പം യുക്തിസഹമായി യാത്ര ചെയ്യുന്നത് ആ തെക്കോട്ട് പോകുന്ന വാനരന്മാർ മാത്രമാണ്. അങ്ങനെ ലക്ഷാവധി വാനരന്മാർ തെക്കോട്ട് പോയവരിൽ ഒരാൾക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് ദേവിയുടെ അടുത്ത് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. ഈ കഥ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? എന്താണ് ഇതിൻ്റെ പിന്നിലെ ദാർശനിക വശം? സീതാദേവി പരമാത്മാവിൻ്റെ പ്രതീകമാണ്. ആ പരമാത്മാവിനെ തേടി അലയുന്ന ജീവാത്മാക്കളാണ് ഈ വാനരന്മാർ. ചാബല്യമേറെയുള്ളവരാണ്. ഈശ്വരാന്വേഷികളായ മനുഷ്യരാശിയാണ് ആ കുരങ്ങന്മാർ. എല്ലാവർക്കും ഈശ്വരൻ്റെ സമീപത്തെത്തണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ വിപരീത ദിശയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. 4/1 ഭാഗം. ഈ വഴിക്ക് പോയാൽ ഭഗവാന്റെ അടുത്ത് എത്തില്ല, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അധാർമികതയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന എന്നെയും നമ്മളിൽ പലരെ പോലെയും ഉള്ളവരാണ് ആ വടക്കോട്ട് പോകുന്ന കുരങ്ങന്മാർ. 4/3 ഭാഗം വാനരന്മാരും അറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ജീവാത്മാക്കൾ. ഈശ്വരാന്വേഷികളായ ജീവാത്മാക്കളിൽ 4/1 മാത്രമേ ആ പരമാത്മാവിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്നുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നവരിൽ ഒരാൾക്ക് മാത്രമാണ് ആ പരമാത്മാവിൻ്റെ സാമീപ്യവും സായുജ്യവും കിട്ടുകയുള്ളൂ. ആ ഒരാളാകണം നമ്മളെങ്കിൽ എത്രമാത്രം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക.
ആധുനിക ഭാരതീയ യുവത്വത്തിൻ്റെ പ്രതീകമായ സ്വാമി വിവേകാനന്ദൻ ഇതാണ് പറഞ്ഞത്, 1 out of 1000 എന്ന്, 1000-ൽ 1. ആ 1000-ൽ 1 തസ്മാത് ജാഗ്രത ജാഗ്രത. നമസ്തേ.